നമസ്കാരം. ബംഗളൂരു സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലിലെ ബില്ലുകൾ അടച്ചില്ലെന്ന് പരാതി. റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ മാനേജ്മെന്റിന്റേതാണ് പരാതി. ഒരു വർഷം കഴിഞ്ഞിട്ടും 80.6 ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കിയിട്ടില്ലെന്നും സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഹോട്ടൽ വ്യക്തമാക്കി. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വനംവകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പ്രൊജക്ട് ടൈഗർ 50ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി എത്തിയത്. 2023 ഏപ്രിൽ 9 മുതൽ 11 വരെ 3 കോടി രൂപ ചെലവിൽ പരിപാടികൾ നടത്താനായിരുന്നു കേന്ദ്ര സർക്കാർ വനംവകുപ്പിനെ അറിയിച്ചത്. എന്നാൽ പരിപാടി പൂർത്തിയായപ്പോഴേക്കും ആകെ ചെലവ് 6.33 കോടി രൂപയായി. 3 കോടി ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചെങ്കിലും ബാക്കി വന്ന 3.33 കോടി രൂപയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പുലർത്തുകയാണ്. കുടിശ്ശിക സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും പ്രധാനമന്ത്രി കഴിഞ്ഞ ഹോട്ടലിലെ ബില്ലടക്കമുള്ള തുകകൾ സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നാണ് ലഭിച്ച മറുപടി. രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഇതേവരെ യാതൊരു മറുപടിയും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ ഇക്കഴിഞ്ഞ 21-ന് 12 മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകിയിട്ടുണ്ട്.